തുടർച്ചയായി വി എസ് ഒരു ഫൈറ്റിംഗ് മോഡിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ടി പി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്തൊന്നും വി എസ് അച്യുതാനന്ദൻ പാർട്ടി നിലപാടിനൊപ്പം ഒരു ഘട്ടത്തിലും നിന്നിട്ടില്ല. അദ്ദേഹത്തിന് ശരി എന്ന് തോന്നുന്ന നിലപാട് സ്വീകരിക്കുന്ന വി എസിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നിർണായകമായ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം സെൽവരാജ് UDF പാളയത്തിലേക്ക് മാറി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വി എസ് അച്യുതാനന്ദൻ പോവാണ്, രമയെ കാണാൻ വേണ്ടി പോകുന്നു. ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോഴും നമ്മുടെ കണ്ണിലിങ്ങനെ നിൽക്കും. കാരണം രമയെ ചേർത്ത് പിടിക്കുന്ന TPയുടെ അമ്മയെ ചേർത്ത് പിടിക്കുന്ന ഒരു വി എസ് അച്യുതാനന്ദൻ്റെ ദൃശ്യം അത് ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ഓർത്തു വയ്ക്കാൻ കഴിയുന്ന കാര്യമാണ്. ആ വിഷയത്തിൽ പാർട്ടി പല ഘട്ടങ്ങളിലും വി എസിൻ്റെ നിലപാടിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുലംകുത്തി പരാമർശം നടത്തുന്ന സമയത്ത് അത് വിജയൻ്റെ അഭിപ്രായമാണ് എന്ന് പരസ്യമായി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ പുറത്തു പോകാൻ ഇടയായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് പരസ്യമായ വാക്പോരിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് ആക്ഷേപിക്കുന്നവർ തന്നെ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ സഹായം തേടുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇത് പാർട്ടി സെക്രട്ടറി ഉദ്ദേശിച്ചാണോ പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് ചോദിച്ചുകൊണ്ട് ചിരിക്കുന്നൊരു വി എസ് അച്യുതാനന്ദനെ കണ്ടിട്ടുണ്ട്. അന്ന് പിണറായി വിജയൻ പറഞ്ഞ മറുപടി പ്രസക്തമാണ്. തന്നെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ വി എസ് മറുപടി പറഞ്ഞു പോകേണ്ടതായിരുന്നു. വി എസ് സംശയത്തിൻ്റെ നിഴലിൽ എന്നെ നിർത്താൻ പാടില്ലായിരുന്നു. അത് സഖാക്കൾ തമ്മിലുള്ളൊരു മാന്യതയാണ് എന്ന് ഒരു മറുപടി അന്ന് പിണറായി വിജയൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വി എസിൻ്റെ പോർമുഖങ്ങൾ അത് ഒന്നിലും രണ്ടിലും ഒന്നും തീരുന്നതല്ല. വി എസ് അച്യുതാനന്ദൻ ആദ്യം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് സാധാരണഗതിയിൽ പാർട്ടി ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിക്ക് നൽകുന്ന രീതിയാണ്. പക്ഷെ പാർട്ടി അന്നത് ചെയ്തില്ല. ആഭ്യന്തര വകുപ്പ് കോടിയേരി ബാലകൃഷ്ണന് അന്ന് നൽകുകയാണ്. പാർട്ടി തീരുമാനം അങ്ങനെയാണ് എടുത്തത്. പക്ഷേ വി എസിൻ്റെ പോരാട്ട വീര്യം അവിടെയും കുറയുന്നില്ല. വി എസിന് കിട്ടിയ വകുപ്പുകൾ ഉപയോഗിച്ച് വി എസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് മൂന്നാറിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു ഇടപെടലാണ്, വി എസിൻ്റെ ഒരു ഇടപെടലാണ്. മൂന്നാറിലെ പൂച്ചമാർ ഷ്യാസിംഗും അതുപോലെ തന്നെ സുരേഷും അടങ്ങുന്ന 3 പേരടങ്ങുന്ന പൂച്ചകളുടെ ഒരു സംഘം അത് ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പാർട്ടിയുടെ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അത് പിൻവലിക്കേണ്ടി വന്നു, പിന്നോട്ട് പോകേണ്ടി വന്നെങ്കിലും വി എസ് അച്യുതാനന്ദൻ നടത്തിയ ആ ഇടപെടൽ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ള കാര്യമായിരുന്നു. പിന്നീടുള്ളത് പ്രായം ഒരുപാടുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിട്ടാണ് വി എസ് അച്യുതാനന്ദൻ അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പക്ഷേ അപ്ഡേറ്റഡ് ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം, സ്മാർട്ട് സിറ്റി പലതരത്തിൽ അതിന് മുമ്പ് ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് അതുമായി ബന്ധപ്പെട്ട കരാറൊപ്പിടുന്നതും അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. വി എസിൻ്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാരുമായി ബന്ധപ്പെട്ട ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അവരിൽ നിന്ന് അവരുടെ ഓരോ അനുഭവങ്ങളാണ് അത് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് വി എസ് ഉൾപാർട്ടി യുദ്ധത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം, എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ ആദ്യം ചെയ്യുക കേന്ദ്ര നേതൃത്വത്തിന് കത്തെഴുതുക, PBക്ക് കത്തെഴുതുക എന്നുള്ളതാണ്. വി എസ് നേതൃത്വത്തിൻ്റെ ഇടപെടൽ ശരിയല്ല. അതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് ലാവ്ലിൻ കേസടക്കമുള്ള വിഷയങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ വി എസ് കത്തെഴുതുമ്പോൾ അത് പൂർണ്ണതോതിൽ അവഗണിക്കാൻ നേതൃത്വത്തിനും കഴിയില്ല. കാരണം വി എസ് അച്യുതാനന്ദനെ പോലുള്ള ജനകീയ പ്രതിച്ഛായുള്ള ഒരാളെ എങ്ങനെ അവഗണിക്കാൻ കഴിയും എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. വി എസിൻ്റെ ജനകീയ പ്രതിച്ഛായയെക്കുറിച്ച് ഉത്തമമായ ബോധ്യം പാർട്ടിക്കുണ്ടാകുന്നത്, പാർട്ടിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിലും ആ പാർട്ടിക്ക് മുന്നിലേക്ക് ബോധ്യപ്പെടുന്നത് ഏതാണ്ടൊരു 2006 തെരഞ്ഞെടുപ്പ് സമയത്താണ്. വി എസ് അച്യുതാനന്ദന് പിണറായി വിജയന് മത്സരിക്കേണ്ടതില്ല എന്ന് പോളിറ്റ് ബ്യൂറോ തീരുമാനമെടുക്കുന്നു. പോളിറ്റ് ബ്യൂറോ തീരുമാനം വരുന്നതിന് പിന്നാലെ കേരളത്തിലുടനീളം, അത് തിരുവനന്തപുരത്താണ് അതിൻ്റെ തുടക്കം, കന്റോൺമെൻറ്റ് ഹൗസിന് മുന്നിൽ നിന്നാണ് അതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. കേരളത്തിലുടനീളം വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. വി എസ് അച്യുതാനന്ദനെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് പ്രക്ഷോഭം. പാർട്ടി ആദ്യം വഴങ്ങാൻ തയ്യാറായില്ല. ആ പ്രക്ഷോഭം ഇങ്ങനെ കേരളത്തിലുടനീളം കത്തി അങ്ങ് പടർന്നു. പിന്നെ പാർട്ടിക്ക് അവഗണിക്കാൻ കഴിയാത്ത തരത്തിൽ അത് വളർന്നു പോയപ്പോൾ പാർട്ടിക്ക് ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ പ്രകാശ് കാരാട്ട് വാർത്താസമ്മേളനം, AKG സെൻറ്ററിൽ വാർത്താസമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ മത്സരിക്കും
എന്ന്. അങ്ങനെയാണ് വി എസ് അച്യുതാനന്ദൻ 2006 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ 98 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് വരികയും ചെയ്തത്. ആ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വേറൊരു പേര്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേറൊരു പേര് പാർട്ടിക്ക് പരിഗണിക്കാൻ ഉണ്ടായിരുന്നില്ല. പിന്നീടുണ്ട് പി എസിൻ്റെ ഉൾപാർട്ടി യുദ്ധത്തിൻ്റെ കഥകൾ. അത് വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 96 വി എസ് അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് നിന്ന് രണ്ടാമത് മത്സരിക്കുന്ന സമയത്ത് 91 മത്സരിച്ച് ജയിച്ചു. 96 വീണ്ടും മത്സരിക്കുന്നു. പാർട്ടി അധികാരത്തിൽ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അങ്ങനെ വി എസ് അച്യുതാനന്ദൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. പക്ഷേ വി എസിന് വാരി. അവിടുത്തെ CATU പക്ഷം MM ലോറൻസ് അടക്കമുള്ള നേതാക്കൾ വി എസ് അച്യുതാനന്ദനെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് മറിച്ചു എന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുന്നു. പിന്നെ പ്രതികാരരൂപിയായ ഒരു വി എസ് അച്യുതാനന്ദനുണ്ട്. ആ വി എസിനെയാണ് പിന്നീട് MM ലോറൻസിനും മറ്റും കാണേണ്ടി വന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം പാർട്ടി ആർക്ക് നൽകണമെന്ന് തീരുമാനിച്ചു. അതിനെ മറിച്ച് വി എസിന് താല്പര്യമുള്ള ഒരാൾക്ക് നൽകുന്നു. 98 പാലക്കാട് സമ്മേളനം വരുന്നു. പാലക്കാട് സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദൻ ഔദ്യോഗിക പക്ഷത്തിനെതിരെ 10 പേരെ മത്സരിപ്പിക്കുന്നു. 10 പേരും ജയിക്കുന്നു. MM ലോറൻസ് ഇടതുമുന്നണി കൺവീനറാണെന്ന് MM ലോറൻസ് അടക്കമുള്ളവർ അന്ന് പരാജയപ്പെട്ട് പുറത്തു പോകുന്നു. അത് പ്രതികാരദാഹിയായ വി എസ് അച്യുതാനന്ദനെയാണ് അന്ന് കാണാൻ കഴിഞ്ഞത്. വി എസ് അന്ന് അന്ന് തന്നെ മാരാരിക്കുളത്ത് തോപ്പിച്ച മുഴുവൻ ആൾക്കാരെ പരാജയപ്പെടുത്തുന്ന വി എസ് അച്യുതാനന്ദനെ അന്ന് കാണാൻ കഴിഞ്ഞു. പിന്നീട് അന്ന് വി എസിനൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ് പിണറായി വിജയൻ, MA ബേബി, കോടിയേരി ബാലകൃഷ്ണൻ എല്ലാവരും. പക്ഷെ പിന്നീട് അതൊരു വിഭാഗീയ സ്വരത്തിലേക്ക് പോയി. അതായത് പിന്നീട് കാണുന്ന പാർട്ടിയുടെ വിഭാഗീയത കാലഘട്ടമാണ്. അത് വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള വിഭാഗീയതയുടെ ഒരു കാലഘട്ടം. 2005 മലപ്പുറം സമ്മേളനത്തോടു കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ പക്ഷത്തെ പൂർണ്ണമായും വെട്ടിനിർത്തി പാർട്ടി പിണറായി വിജയൻ്റെ പക്കലേക്ക് എത്തിച്ചേർന്നത്. അപ്പോഴും തോറ്റുകൊടുക്കാൻ വി എസ് അച്യുതാനന്ദൻ തയ്യാറായിരുന്നില്ല. വി എസ് നേതൃത്വത്തോട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. തെറ്റുപറ്റിയ കാര്യങ്ങളിൽ തെറ്റുപറ്റി എന്ന് അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വി എസ് അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ ഒരു വിഭാഗീയത്തെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി നേതൃത്വം കുറച്ച് കടുപ്പപ്പെട്ട സ്വരത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അനുനയത്തിൻ്റെ പാതയിലേക്കൊക്കെ പിണറായി വിജയൻ അടക്കമുള്ളവരൊന്നും ചേർന്നിരുന്നു. അതാണ് വി എസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് പിണറായി വിജയൻ ഒരിക്കൽ മറുപടി നൽകിയത്. വി എസ് പാർട്ടിയുടെ സ്വത്തല്ലേ എന്ന് പറയുന്ന ഒരു മറുപടിയുണ്ട്. അതിനൊപ്പമാണ് അതേ പിണറായി വിജയൻ തന്നെയാണ് ബക്കറ്റിലെ വെള്ളം പരാമർശം ശംഖുമുഖത്ത് വെച്ച് നടത്തുന്നത്. നവകേരള മാർച്ചിൻ്റെ സമാപന വേദിയിൽ വെച്ചാണ് വി എസിനെ ഇരുത്തിക്കൊണ്ട് പാർട്ടിക്ക് മുകളിൽ ആരും വളർന്നിട്ടില്ല എന്ന് പറയുന്നത്. അതിന് പിന്നീട് വി എസ് അച്യുതാനന്ദൻ മറുപടി പറഞ്ഞു എന്നുള്ളത് ചരിത്രം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് വി എസിൻ്റെ വിഖ്യാതമായ ചിരി ഉണ്ടാവുന്നത്. അത് കന്റോൺമെൻറ്റ് ഹൗസിൽ വെച്ച് ഇടതുമുന്നണി വലിയ തോൽവി നേരിട്ട പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ വി എസ് ചിരിക്കുന്നുണ്ടായിരുന്നു. വി എസ് എന്താണെങ്കിലും ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ ഞാൻ ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നൊരു വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. പിന്നെ വി എസിനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയമായും അല്ലാതെയും ഇങ്ങനെ ചില ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാകും. വി എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും. തിരുവനന്തപുരത്ത് ഉള്ള വി എസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കാർക്കെല്ലാം അങ്ങനെ ഓരോ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട്. പക്ഷേ 2019 ശേഷം വി എസ് കിടപ്പിലായി പോയ ശേഷം പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും വി എസ് അച്യുതാനന്ദൻ പ്രതികരിക്കണം ആയിരുന്നു. വി എസ് പ്രതികരിക്കേണ്ട വിഷയമാണിത് എന്ന് തോന്നുന്ന തരത്തിൽ പല വിഷയങ്ങളും ഉൾപാർട്ടിയിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളായാൽ പോലും വി എസ് അച്യുതാനന്ദൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും പോക്ക് ഇങ്ങനെ ആകില്ല എന്ന് വിചാരിക്കുന്ന പാർട്ടിയുടെ അണികളുണ്ട്. അവർക്ക് അറിയാം വി എസ് അച്യുതാനന്ദൻ അതിനകത്തൊരു ശരിയായ നിലപാട് വി എസ് അച്യുതാനന്ദൻ ഉണ്ടാകും. പാർട്ടിക്ക് വി എസ് പറഞ്ഞാൽ പാർട്ടിക്ക് അത് വി എസിനെ പൂർണ്ണമായി അവഗണിച്ച് കളയാൻ കഴിയില്ല എന്ന് തോന്നൽ ശരി അണികൾക്ക് ഉണ്ട്. പക്ഷേ വി എസിന്റെ സൈലൻസ് അത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് എന്തായാലും ഇൻകിലാബ് വിളികൾ നിലക്കാതെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. റെഡ് സല്യൂട്ട് വിളികൾ, ഒപ്പം കണ്ണേ കരളെ വിളികൾ, അതൊന്നും ഒരു ഇടതടവില്ലാതെ നിലക്കാതെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു.